ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എനിക്ക് കുറച്ച് ക്യാമറകളുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പം നേരത്തെ ഞാൻ ക്യാമറ എല്ലാം ഒരു പ്രദർശനത്തിനായിട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വന്നതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ക്യാമറ എല്ലാം പാക്ക് ചെയ്ത് അത് വെക്കാനുള്ള സൗകര്യപ്രദമായ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അത് കൂടാതെ എൻ്റെ മകൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാമറയും, പിന്നെ എൻ്റെ ക്യാമറ കളക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമറയുണ്ട്. അപ്പോൾ ആ ക്യാമറ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നുകൊണ്ട് ഞാൻ ആ ക്യാമറയെ പറ്റിയുള്ളൊരു ഹിസ്റ്ററി പറയാം. കാരണം അത് ലോകത്ത് തന്നെ വളരെ കുറച്ച് ക്യാമറകൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ക്യാമറ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ക്യാമറ കനോൺ 600D ആണ്. ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. ഇതെൻ്റെ മോന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവന് കൊണ്ട് കൊടുത്ത ക്യാമറയാണ്. അപ്പം അദ്ദേഹം നന്നായി ഫോട്ടോ എടുക്കുമായിരുന്നു. നല്ല ഫോട്ടോഗ്രാഫി അവനൊരു സൈറ്റ് ഉണ്ടായിരുന്നു, AR എന്ന് പറഞ്ഞ്. പിന്നെ പുള്ളി വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോയ സമയത്ത് പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ നിന്നു. അങ്ങനെ ഈ ക്യാമറ ഇവിടിപ്പോൾ ഇങ്ങനെ ഞാൻ ആരും ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകുന്ന റോഡിൽ സ്ഥലത്തൊക്കെ ഉള്ള ഫോട്ടോകളൊക്കെ എടുക്കാറുണ്ട്. ഇതെൻ്റെ മോൻ ഉപയോഗിച്ച ക്യാമറയാണ്, കനോണ്ട്. പിന്നെ അതിൻ്റെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഫോട്ടോ. രണ്ടാമത്തെ ലെൻസ്. മോന് ഫോട്ടോഗ്രാഫി 75-300 ലെൻസാണ്. അപ്പം മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോഗ്രാഫി. പുള്ളിക്ക് പൂനെയിൽ പോയി പഠിക്കണമെന്നൊക്കെ ഉള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി പെട്ടെന്ന് പ്രോഗ്രാം മാറ്റി അങ്ങനെ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുക. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു വെറൈറ്റി ക്യാമറ ഉണ്ടെന്ന്. അപ്പോൾ ആ ക്യാമറയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ ക്യാമറയുടെ ബോക്സാണിത്. അപ്പോൾ ഇത് നിക്കോൺ ഗോൾഡ് എന്നുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഹിസ്റ്ററിയാണ് ഈ ബുക്കിനകത്തുള്ളത്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 20-25 വർഷമായി ഈ ക്യാമറ എൻ്റെ കയ്യിൽ എത്തിയിട്ട്. അപ്പോൾ ഈ ക്യാമറയെ പറ്റിയുള്ള ക്യാമറയുടെ ഹിസ്റ്ററിയാണ് ഇതിനകത്തുള്ളത്. കണ്ടല്ലേ, ഇതിനകത്ത് അതിനെപ്പറ്റിയുള്ള എല്ലാ ഹിസ്റ്ററിയും കൊടുത്തിട്ടുണ്ട്. എൻ്റെ അന്നത്തെ വാറണ്ടി കാർഡ്, പിന്നെ ക്യാമറയുടെ എല്ലാ ഹിസ്റ്ററി ഈ ബുക്കിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്യാമറ നമുക്കൊന്ന് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ക്യാമറയെ പറ്റിയുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. ഇത് മസ്കറ്റിലെ ഒമാനിലെ രാജാവിൻ്റെ 15ാമത്തെ നാഷണൽ ഡേക്ക് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് കൊടുക്കാൻ വേണ്ടി കുറേ ക്യാമറ വാങ്ങിയിരുന്നു. അങ്ങനെ അതിൽ ഒരാൾക്ക് കിട്ടിയ ക്യാമറയാണിത്. അദ്ദേഹത്തിന്റെ കയ്യിൽ 8 വർഷം ആ ക്യാമറ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം വേറൊരാൾക്ക് ആ ക്യാമറ ഗിഫ്റ്റ് കൊടുത്തു. കൊടുത്ത ആൾ വേറൊരാൾക്ക് കൊടുത്തു. അങ്ങനെ 5-6 കൈ മറിഞ്ഞ് ലാസ്റ്റിൽ ഈ ക്യാമറ എനിക്കൊരാൾ ഗിഫ്റ്റായിട്ട് തന്നതാണ്. എൻ്റെ ക്യാമറ കളക്ഷൻ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ ക്യാമറയോടുള്ള ആഗ്രഹം തോന്നിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരു വില മതിക്കാനാവാത്തൊരു നിധിയാണ്. അപ്പോൾ താങ്കൾ അത് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുമല്ലോ എന്നോ കണ്ടുകൊണ്ട് എനിക്കത് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 916 ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഈ ക്യാമറ. അപ്പോൾ ഞാൻ നിങ്ങളെ ആ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവാണേ. കണ്ടോ, ഇതാണ് ആ ക്യാമറ. ഈ ക്യാമറ ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ ഇതിന്റെ ഫിലിമും കെമിക്കലും ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതെന്റെ ക്യാമറ കളക്ഷനിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ക്യാമറയാണ്. ഇതെന്റെ സുഹൃത്തുക്കൾ ഈ ക്യാമറയെ പറ്റിയുള്ള ഹിസ്റ്ററികളൊക്കെ എനിക്ക് വിദേശത്തു നിന്നൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ. നമ്മൾ കുഞ്ഞോട്ടേക്ക് വന്നു. കുഞ്ഞോട്ട് അവിടെ നിന്നോട്ടെന്ന് അതേ കണ്ടില്ലേ, ഈ കാണുന്ന ഈ കവർ കണ്ടില്ലേ, ഈ കവറ് ഒറിജിനൽ അനാക്കോണ്ടയുടെ സ്കിന്നാണ്. ഒറിജിനൽ സ്കിന്നാണിത്. അതുപോലെ ഈ മേളിൽ കാണുന്നത് ഈ 2 പീസ് ഒറിജിനൽ അനാക്കോണ്ടയുടെ സ്കിന്നാണ്. പിന്നെ അന്ന് ഈ ക്യാമറ നിർമ്മിച്ച സമയത്ത് ഒരുപാട് മുന്നോട്ടുള്ള വർഷത്തെ ടെക്നോളജി ഉപയോഗിച്ച ഈ ക്യാമറ
നിക്കോൺ ഉപയോഗിച്ച് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ ഒരു പ്രധാന ഒരു പ്രത്യേകത അവർ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇത് മാർക്കറ്റിൽ കൊടുത്തതിനേക്കാട്ടിൽ കൂടുതൽ ഈ ക്യാമറ നിർമ്മിച്ചപ്പോൾ അവർക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ ആർക്കെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് തന്നെ തിരിച്ചു നൽകണമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എത്തിയിട്ട് ഏതാണ്ട് ഒരു 18-20 വർഷത്തോളമാകുന്നു. ഞാൻ അങ്ങോട്ട് ഇന്ന് വരെ ഇത് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്യാമറ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതറിയാമല്ലോ. നിങ്ങൾക്കിത് സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയെ പറ്റി അറിയാൻ പറ്റും. ചില പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നവർ അടുത്ത് ഈ ക്യാമറകളൊക്കെ വിദേശത്തിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് 8,000 യൂറോയും $10,000 ഒക്കെ അതിൻ്റെ വില ഇട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ക്യാമറ കളക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ കവറാണ് ഇത് സൂക്ഷിക്കുന്ന കവറ്. ഇതേ കണ്ടില്ലേ. അപ്പം ഞങ്ങളിത് എപ്പോഴും ഞാനിതെടുത്ത് തൂത്തുടച്ച് വെക്കും. അതിൻ്റെ ക്ലാരിറ്റി കൂടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പനിയുടെ ഒരു നമ്പർ ഞാനൊന്ന് കാണിച്ചു തരാമേ. കാണാമോ? ഇതാണ്. അപ്പം ഈ ക്യാമറ, എൻ്റെ ക്യാമറ കളക്ഷൻ എനിക്ക് 280ഓളം ക്യാമറകൾ എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് പുതിയതും പഴയതും ഒക്കെ ഉണ്ട്. പിന്നെ 120 ലെൻസോളം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഫ്ലാഷ്, ഒരുപാട് ടൈപ്പിലെ ഫ്ലാഷുകളുണ്ട്. ഈ ക്യാമറകളിൽ ഒരുപാട് ക്യാമറകൾ ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള ക്യാമറകളാണ്. പക്ഷെങ്കിൽ നമുക്കിപ്പോൾ കെമിക്കലും ഫിലിംസും കിട്ടാനില്ലാത്തത് കൊണ്ട് അതെല്ലാം അങ്ങനെ ഇരുന്നു പോയെന്നേ ഉള്ളൂ. പിന്നെ എനിക്കത് മൊത്തത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ പറയുമായിരുന്നു അതെല്ലാം നമുക്കൊരു എക്സിബിഷന് വെക്കാൻ, പ്രദർശിപ്പിക്കണമെന്നൊക്കെ. അപ്പം അതിനുള്ള സമയം കിട്ടിയിട്ടുമില്ല, സാഹചര്യം കിട്ടിയിട്ടില്ല. പിന്നെ അതൊക്കെ പ്രദർശിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ വളരെ കെയറായിട്ട് വേണം അത് കൊണ്ടുപോകാൻ. ട്രാൻസ്പോർട്ടിങ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഡാമേജ് സംഭവിക്കാം. വലിയ ക്യാമറകളുണ്ട്. അതിനകത്ത് ഒരുപാട് നീളമൊക്കെ ഉള്ള ജർമ്മനിയുടെ ഒരുപാട് ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഒക്കെ ഡാമേജുകളൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ഇതുവരെ അത് എക്സിബിഷന് വെച്ചില്ല. എൻ്റെ അടുത്ത സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു നമുക്കതൊന്ന് എക്സിബിഷന് വെക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിനെ ഞാൻ ഒരു ദിവസം നമ്മുടെ ക്യാമറകളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് അവരുടെ ഹിസ്റ്ററികളും എല്ലാം പറഞ്ഞ് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണാം. ഞങ്ങളുടെ കുഞ്ഞൂട്ടം വന്നിരിക്കുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കുഞ്ഞൻ, അവർക്ക് ഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പോൾ അതിനാണ് ഇവിടെ വന്ന് കരയുന്നു. അപ്പോൾ അപ്പം നമ്മുടെ ക്യാമറ കണ്ടല്ലോ നിങ്ങളെല്ലാവരും. അപ്പോൾ എൻ്റെ ഈ ക്യാമറ കളക്ഷന് കാണാൻ വേണ്ടി ഒരുപാട് പേര് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സുഹൃത്ത് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ്. പിന്നെ റോളക്സിൻ്റെ പേനയാണ്. ഇത് കാണാമായിരിക്കുമല്ലോ അല്ലേ? കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്ന ആണാമോ? കണ്ടില്ലേ? ഇതിന് എത്ര രൂപ വിലയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി തന്നതാണ്. ഈ പേന ഞാൻ ഇപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ക്യാമറ പോലെ തന്നെ ഞാൻ വളരെ അപൂർവമായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു ഞാൻ ഇത് സ്വീകരിച്ചതും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും. ബാക്കിയുള്ള ക്യാമറയുടെ കളക്ഷൻ കൂടെ കാണിക്കണ്ടേ? അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബാക്കിയുള്ള ക്യാമറ കളക്ഷൻ കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ അതെനിക്ക് ഷെൽഫിലൊന്നും ഭദ്രമായിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വീട്ടിലെ എൻ്റെ റൂമിനകത്ത് തറയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ വീഡിയോ അത് ഷൂട്ട് ചെയ്തതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചത്? അതെല്ലാം ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേ. കാരണം എല്ലാം അല്ലാതെ വെക്കാനുള്ള ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കും. ഇനി ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇതെല്ലാം വെച്ചിട്ട് ഒരു നല്ലൊരു ഓരോ ക്യാമറയെ പറ്റിയുള്ള വിശദമായ ഒരു പറഞ്ഞു തരുന്നതിനായിട്ട് നമുക്കത് വിശദമായ ഒരു വീഡിയോ പിന്നീട് നമുക്ക് കാണാം.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.